ഈ ഒരു കൊല ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏത് കണ്ട, ഇതിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്ക്. ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് സാബുചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകതരം ഒരു മുന്തിരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, കുലയായിട്ട് നിൽക്കുന്ന ഈ മുന്തിരി കണ്ടോ നിങ്ങൾ? ഇതാണ് കംബോഡിയൻ ഗ്രേപ്സ്. ഉണ്ടോ, എന്ത് ഭംഗിയാണോ നോക്കോ ഈ ഇത് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതാണ്. നമ്മൾ സാധാരണ മുന്തിരിയൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച്, ഒരു കൊലയിൽ വളരെ കുറച്ച് മുന്തിരി ഉണ്ടാവുള്ളൂ. എന്താ കണ്ടോ, ഇവിടെ കണ്ടോ ഒരുപാട് കുലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ കംബോഡിയൻ ഗ്രേപ്സ്. ഇത് പഴുത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടോ, ഇതിന് ചുവപ്പുണ്ട്, അതുപോലെ തന്നെ പച്ച കളറിലുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കളറിലാവുകയും ചെയ്യും. ഇവിടെയൊക്കെ ഇതൊക്കെ ഏകദേശം പഴുത്ത് കഴിഞ്ഞു. പഴുത്ത് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറിലായിരിക്കും വരുന്നത്. അപ്പോൾ സാധാ മുന്തിരി അപേക്ഷിച്ച് കുറച്ച് പൊടിയുള്ള ഐറ്റമാണ് ഈ കംബോഡിയൻ ഗ്രേപ്സ്. എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്യണേ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കൊല ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏത് കണ്ട, ഇതിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കും. നല്ല ഭംഗിയല്ലേ? ഇത് കണ്ടോ, ഞാനിതിപ്പോൾ ഒന്ന് കഴിക്കാൻ പോവുകയാണേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കുറച്ച് പുളിയുള്ള ഐറ്റമാണ്. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്ത് ഒരു 2 ദിവസം വെച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മധുരം വരുമെന്നാണ് പറയുന്നത്. ഇത് സാബുചേട്ടൻ പറഞ്ഞതാണ്. അപ്പോൾ നല്ല പുളി ഉണ്ടെങ്കിലും ഇത് നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് കൂടി നട്ടു വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള ചെടികൾ നട്ടു വളർത്താൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.